ഹലോ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഓസ്ട്രേലിയക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1, 2 ആഴ്ചേൻ്റെ ഉള്ളിൽ പോസ്റ്റലായിട്ടാണ് ഈ ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് വരിക. അപ്പോൾ ഇത് വരാൻ വേണ്ടി ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റും അപ്പോസ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രാൻസ്ക്രിപ്റ്റ് ഉൾപ്പെടെ നമ്മൾ SLC +2 ഡിഗ്രി അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അപ്പോസ്റ്റിൽ ചെയ്ത് വെക്കുക. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് IELTS. അതായത് ഇവിടെയുള്ള അധിക യൂണിവേഴ്സിറ്റി നമ്മുടെ IELTS ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ IELTSും കാര്യങ്ങളും എടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെമസ്റ്റർ ഈ വരുന്ന അടുത്ത സെമസ്റ്ററിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സെമസ്റ്റർ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് കുറച്ചും കൂടി ലേറ്റ് ആവും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈമുകൾ കുറേ ലാഭിക്കാൻ പറ്റും.